ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നക മയ്യിതും വ ഇന്നഹും മയ്യിതൂൻ. ആദരണീയരായ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ വളരെ പരിമിതവും ദുർബലവുമായ ഈ ജീവിതം ചിട്ടപ്പെടുത്തണം എന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ്. നടന്നു വരുന്ന സംഭവ വികാസങ്ങൾ പലതും നമ്മെ ഭയപ്പെടുത്തുന്നതും ആശങ്കയിലാക്കുന്നതുമാണ്. ഈ അടുത്ത ദിവസങ്ങളിലായി സൗദി അറേബ്യയിലെ മദീനയിൽ വെച്ചും UAE അബുദാബിയിൽ വെച്ചും ഉണ്ടായ 2 വാഹനാപകടങ്ങളിൽ 10 മലയാളികൾ, 2 കുടുംബങ്ങളിലെ 10 മലയാളികളാണ് മരണപ്പെട്ടിരിക്കുന്നത്. അതിലേറെ സങ്കടകരം, പ്രായപൂർത്തിയാകാത്ത 6 മക്കളാണ് ഈ അപകടങ്ങളിലായി വിടചൊല്ലിയിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മളൊക്കെ കേട്ട വായിച്ച വാർത്തയാണ്. നമ്മെ ഒരുപാട് വേദനിപ്പിച്ച വാർത്തയാണ്. നമുക്കറിയുക പോലും ചെയ്യാത്ത ആ 2 കുടുംബങ്ങളുടെ അപകടാവസ്ഥ നമ്മളെ വല്ലാതെ വേദനിപ്പിച്ചെങ്കിൽ അതനുഭവിച്ച ആ കുടുംബത്തിലെ ബാക്കിയായവർ അവർ എത്രമാത്രം വേദന സഹിക്കുന്നുണ്ടാവാം, എത്രമാത്രം മാനസികമായി തളർന്നു പോയിട്ടുണ്ടാവാം. ഇനി എത്ര നാൾ കഴിഞ്ഞാലാണ് അവർക്കൊന്ന് ആശ്വാസം നേടാൻ കഴിയുക? ഇനി എത്ര കാലം കഴിയണം അവർക്ക് മനസ്സറിഞ്ഞൊന്ന് പുഞ്ചിരിക്കാൻ? ഇவ்விധത്തിൽ സന്തോഷകരമായ ഒരു യാത്രക്കിടയിൽ വന്ന വാഹനാപകടത്തിൽപ്പെട്ട് ഒരുപാട് കാലം സന്തോഷം നഷ്ടപ്പെടും വിധത്തിലുള്ള വലിയ ദുരന്തം അവർ ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. അള്ളാഹു ആ കുടുംബത്തിന് സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യുമാറാവട്ടെ. പിരിഞ്ഞുപോയ ആ മക്കളടക്കമുള്ളവർക്ക് അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ പറയുന്ന മരണത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ ഈ മിമ്പറിൽ നിന്ന് എമ്പാടും തവണ പറഞ്ഞതാണ്. ഇനി എമ്പാടും തവണ പറയേണ്ടതാണ്. പറഞ്ഞത് തന്നെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കേണ്ടതാണ് മരണവുമായി ബന്ധപ്പെട്ട കാര്യം. കാരണം മനുഷ്യൻ അതിവേഗം മറന്നു പോകുന്ന ഒരു വിഷയമാണ് മരിക്കുമെന്ന പച്ചയായ യാഥാർത്ഥ്യം. വളരെ വേഗം മനുഷ്യൻ മറന്നു പോവുകയാണിത്. അതുകൊണ്ടാണ് ലോകത്ത് അനർത്ഥങ്ങൾ വല്ലാതെ വർദ്ധിച്ചു വരുന്നത്, ആളുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ വല്ലാതെ രൂക്ഷമാകുന്നത്. ഇവിടെ തന്നെ എല്ലാ പ്രദേശങ്ങളിൽ പോലും സംഘർഷങ്ങളും മനസ്സിൽ അലിവില്ലായ്മയും ആളുകൾ തമ്മിലുള്ള അകൽച്ചയും ഒക്കെ ഉണ്ടാകുന്നത്. ഇതുകൊണ്ടാണ് മരണത്തെക്കുറിച്ച് അവർ മറന്നു പോകുന്നു. ഒരിക്കലും മറക്കരുതെന്ന് ഖുർആൻ പഠിപ്പിച്ചുകൊണ്ട് തന്നെ ഈ വിശുദ്ധ ഖുർആനിലെ വചനങ്ങളിലൂടെ ആവർത്തിച്ച് മരണം നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് ഫബശ്ശിരിസ് സ്വാബിരീൻ. സൂറത്തുൽ ബഖറയിൽ പറയാണ് 155-ാമത്തെ ആയത്തിൽ കുറച്ചൊക്കെ ഭയം, പട്ടിണി, ധനനഷ്ടം, ജീവനഷ്ടം, മക്കൾ നഷ്ടപ്പെട്ടു പോകുന്നു, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോകുന്നു, സ്വത്ത് നഷ്ടപ്പെട്ടു പോകുന്നു, പ്രിയപ്പെട്ട പലതും നഷ്ടപ്പെട്ടു പോകുന്നു, അത്യുദ്ധാനം ചെയ്തുണ്ടാക്കിയ പലതും ഇല്ലാതായി പോകുന്നു. അങ്ങനെ ഒരുപാട് ദുരന്തങ്ങൾക്ക് നീ സാക്ഷിയാകേണ്ടി വരും, നീ അത് അനുഭവിക്കേണ്ടി വരുമെന്ന് ഖുർആൻ പറയുകയാണ്. ഭയം, പട്ടിണി, ധനനഷ്ടം, ജീവനഷ്ടം, വിഭവനഷ്ടം എന്നിവ മുഖേന നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഖുർആൻ പറയുകയാണ്, നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് വബശ്ശിരിസ് സ്വാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കണേ. ഇത്തരം പരീക്ഷണ ഘട്ടങ്ങളിൽ ക്ഷമയവലംബിക്കാൻ കഴിയുന്നവരോട് നീ സന്തോഷവാർത്ത അറിയിച്ചു കൊള്ളുക. ദുനിയാവിതാണ്. ദുനിയാവിൽ ഏറെക്കാലം സന്തോഷത്തോടെ മാത്രം കഴിയാനുള്ള ഒരു അവസ്ഥ ലഭിക്കുകയില്ല. ദുഃഖവും സുഖവും വേദനയും സന്തോഷവും ആശ്വാസവും ഒക്കെയായിട്ടാണ് ജീവിതം കടന്നു പോകുന്നത്. അതിൽ ചില അപ്രതീക്ഷിതമായ വിപത്തുകൾ നമ്മെ ആകെ ഉലച്ചു കളയും.
നമ്മെ ആകെ തളർത്തിക്കളയും. ആ ഘട്ടങ്ങളിലൊക്കെ തന്നെയും ഇത് പടച്ചവന്റെ ഖളാ ആണ്, പടച്ചവന്റെ വിധിയാണ്. ഇത് അവസാനത്തെ വിധിയല്ല കേട്ടോ. ഈ ദുഃഖവും ഈ വേദനയും എൻ്റെ ജീവിതത്തിന്റെ അവസാനത്തോളം ഉണ്ടാവുകയില്ല കേട്ടോ എന്ന തിരിച്ചറിവ് അവനുണ്ടാവണം. ആ ഘട്ടം അവൻ തരണം ചെയ്യും. അതിനിടയിൽ മരണം സംഭവിക്കും. മരണാനന്തരം ഒരു ജീവിതത്തിലേക്ക് അവൻ പ്രവേശിക്കുന്നതാണ്. ഈ ദുനിയാവിൽ ഇത്തരം വിപത്തുകൾ നേരിട്ട ആളുകൾ ക്ഷമയവലംബിച്ചാൽ അവന് സന്തോഷ വാർത്ത അറിയിക്കുക എന്നാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. തൊട്ടടുത്ത ആയത്തിൽ പറയുന്നു, അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. തങ്ങൾക്ക് വല്ല ആപത്തും ബാധിച്ചാൽ അവർ അഥവാ ക്ഷമിക്കുന്ന ആളുകൾ പറയുക, ഞങ്ങൾ അല്ലാഹുവിന്റെ അധീനത്തിലാണ്, അവങ്കലേക്ക് മടങ്ങുന്നവരുമാണ്. നമുക്കൊരാപത്ത് സംഭവിച്ചാൽ, നമ്മുടെ ആപത്ത് കേട്ടാൽ, നമ്മുടെ ആപത്തിന് സാക്ഷിയായാൽ നമ്മൾ പറയേണ്ട വാക്കാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞങ്ങൾ അള്ളാഹുവിന്റെ കസ്റ്റഡിയിലാണ്, അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. അള്ളാഹുവിന്റെ തീരുമാനങ്ങൾക്കപ്പുറം അതിജയിച്ചു പോകാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല. ഞങ്ങൾ അക്കാര്യത്തിൽ നിസ്സഹായരാണ്. അള്ളാഹുവിന് വിധേയപ്പെട്ട് ജീവിക്കുന്നവരാണ്. അവങ്കലേക്ക് ഞങ്ങൾ മടങ്ങിപ്പോകേണ്ടവരുമാണ്. അവന്റെ വിധി സ്വീകരിക്കേണ്ടവനാണ്. അവന്റെ ശിക്ഷയോ രക്ഷയോ ഏറ്റുവാങ്ങേണ്ടവനാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാകണം മനുഷ്യന്. വിപത്തുണ്ടാകുമ്പോ പറയണം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞങ്ങൾ അള്ളാഹുവിന്റെ അധീനത്തിലാണ്, അവങ്കലേക്ക് തന്നെ മടങ്ങേണ്ടവരുമാണെന്നവർ പറയും. ആര് പറയും? സത്യവിശ്വാസികൾ പറയും. സത്യവിശ്വാസികളിലെ ക്ഷമാശീലർ പറയും. എന്തൊരു പ്രയാസം അവനിൽ വന്ന് ഭവിച്ചാലും അത് നേരിടാനുള്ള കരുത്താണ് ഈമാൻ. ഈമാൻ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു, ഖുർആൻ പഠിപ്പിച്ചു. ഓരോ സമയത്തും നമ്മൾ നമസ്കരിക്കുന്നു. സ്വബഹി നമസ്കാര ശേഷം ജുമഅക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. സ്വബഹി നമസ്കാരത്തെക്കാൾ ഇത്തിരി കൂടി ഈമാൻ നമ്മൾക്ക് ഈ ജുമയോടുകൂടി വർദ്ധിക്കണം. അസറിന് പിന്നെയും വർദ്ധിക്കണം. അങ്ങനെ ഈമാനിനെ മാറ്റുരച്ച് വർദ്ധിപ്പിച്ച് കൊണ്ടേയിരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിപത്തുകൾ നേരിടാൻ അവന് കഴിയും, ആപത്തുകൾ നേരിടാൻ അവന് കഴിയും. അള്ളാഹുവിന്റെ വിധിയാണ് അത് എന്ന് അവൻ തിരിച്ചറിയും. നമ്മുടെ തൊട്ടടുത്ത നന്ദിയിൽ കഴിഞ്ഞ മാസമാണ് ഒരു സഹോദരൻ, ഒരു മോൻ മരണപ്പെട്ടത്. അവന്റെ സഹോദരി 2 മക്കളാണ് ആ മാതാവിനും പിതാവിനും ഉള്ളത്. ഒരു പെൺകുഞ്ഞ്, 6 വയസ്സുള്ള പെൺകുഞ്ഞ് കുറച്ചു മുമ്പേ, 6 മാസം മുമ്പേ മരിച്ചു. ഏക മകൻ ഇതാ കഴിഞ്ഞ മാസവും മരിച്ചു. 2 മക്കളും നഷ്ടപ്പെട്ട ആ മാതാപിതാക്കൾ നന്ദിയിൽ ജീവിക്കുകയാണ്. അവരുടെ മാനസികമായ പ്രയാസങ്ങൾ കേട്ടറിഞ്ഞിട്ടുണ്ട് ഞാൻ. നമ്മളൊക്കെ അറിഞ്ഞ സംഭവമാണ്. ആർക്കും ഈ ആപത്തുകൾ ആരിലും ഏത് കുടുംബത്തിലും ആർക്കും വന്ന് ഭവിക്കാം. നിങ്ങളറിയണം, ഈ ലോകത്ത് ജീവിച്ച മഹത്തുക്കൾ എത്രയെത്ര വലിയ കൊമ്പന്മാർ ജീവിച്ച ലോകമാണിത്. ലോകത്തെ കയ്യിലെടുത്ത് അമ്മാനമാടിയ നെപ്പോളിയൻ ബോണോപ്പാട്ട്, വിജുഗീഷുവായിരുന്ന അലക്സാണ്ടർ ചക്രവർത്തി, ലക്ഷങ്ങളെ കൊന്നൊടുക്കിയ ഹിറ്റ്ലറും മുസോളിനിയും സ്റ്റാലിനും അടക്കമുള്ളവർ ഞാനാണ് അത്യുന്നതനായ റബ്ബ് എന്ന് അഹങ്കരിച്ച് പ്രഖ്യാപിച്ച ഫറോവ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ മരത്തിൽ കുഞ്ഞുങ്ങളുടെ തല ഇടിച്ച് കൊന്നൊടുക്കിയ പോൾ പോട്ട് പോലുള്ള താത്താരികളെ കൊന്നൊടുക്കിയ ചെങ്കിസ് ഖാനെ പോലെയുള്ള ആളുകൾ ജീവിച്ച് മരിച്ചുപോയ മണ്ണാണിത്. ഈ ലോകത്തവർ ജീവിച്ചിരുന്നു, ഒന്നും ഇന്ന് ബാക്കിയില്ല. അവർ ചെയ്ത ക്രൂരതയുടെ അടയാളങ്ങളല്ലാതെ അവർക്ക് വേണ്ടി നന്മയുടെ ഒരു ചിത്രം പോലും ബാക്കിയില്ലാതെ അവർ ജീവിച്ചു പോയി. അഹങ്കരിച്ച ഒരു മനുഷ്യനും ഇവിടെ ബാക്കിയായിട്ടില്ല. അഹങ്കരിച്ച ഒരു മനുഷ്യനും ഇവിടെ ചിരഞ്ജീവിയായി ജീവിക്കാൻ കഴിയുന്നില്ല. നമ്മൾ അറിയണം, അവരൊക്കെ പോയി, അവരുടെ ചെയ്തികളുമായി അവരൊക്കെ പോയി. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ മറുപടി പറയാൻ വേണ്ടി കാത്തിരിക്കുകയാണവർ. പ്രിയപ്പെട്ടവരെ, നല്ല സ്വഭാവം, നല്ല മനസ്സ്, നല്ല ജീവിതം അത് അവലംബിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ചിലപ്പോൾ പ്രശസ്തരായിക്കൊള്ളണമെന്നില്ല, അവർക്ക് ചിലപ്പോൾ വിഭവങ്ങൾ എമ്പാടും ലഭിച്ചുകൊള്ളണമെന്നില്ല, അവർക്ക് പണങ്ങൾ ഒരുപാട് കിട്ടിക്കൊള്ളണമെന്നില്ല, അവരുടെ ഉദ്ദേശങ്ങൾ ഒരുപാട് സാധ്യമായിക്കൊള്ളണമെന്നില്ല. അവരുടെ കുടുംബജീവിതത്തിൽ അവർക്ക് പട്ടിണി എന്നത് അവസ്ഥ പോലും ചിലപ്പോൾ ഉണ്ടായേക്കാം.
കുടുംബജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങളെക്കാൾ പ്രയാസകരമായ നിമിഷങ്ങളായിരിക്കാം ഉണ്ടാവുക കൂടുതൽ. അങ്ങനെയൊക്കെ ജീവിച്ചാലും നല്ലവനായി, നല്ല മനസ്സിന്റെ ഉടമയായി, നല്ല കുടുംബക്കാരനായി, നല്ല സാമൂഹ്യ ജീവിയായി ഒരു മനുഷ്യൻ ജീവിച്ചാൽ അവനെ കാത്തിരിക്കുന്ന ഒരു സ്വർഗം അള്ളാഹു ഒരുക്കിയിരിക്കുന്നു. അവനെ കാത്തിരിക്കുന്ന ഒരു സ്വർഗത്തിന് ഒരുപാട് കാലത്തെ കാത്തിരിപ്പില്ല. നമ്മൾ അറിയണം, ഏത് നിമിഷവും സ്വർഗത്തിൽ എത്തേണ്ടവരാണ് നമ്മൾ. തൊട്ടടുത്ത നിമിഷം ഞാൻ ഇവിടുന്ന് മരിച്ചു വീണാൽ പിന്നെ എന്റെ ബർസലി ലോകത്ത്, എന്റെ ഖബറിലാണ് ഞാൻ ജീവിക്കുന്നത്. ആ ജീവിതം എന്നെ സംബന്ധിച്ചിടത്തോളം പ്രയാസമായിരുന്നാലും ഗുണമായിരുന്നാലും അത് കഴിഞ്ഞ് ഞാൻ എത്തിച്ചേരുന്ന പരലോകം, ആ പരലോക ജീവിതത്തിൽ ഞാൻ പറയും, ഒരു ചുരുങ്ങിയ സമയം, ഒരു ദിവസമോ അല്ലെങ്കിൽ അതിലും കുറച്ചോ മാത്രമേ ഞാൻ ഖബറിൽ ജീവിച്ചിട്ടുള്ളൂ എന്ന് പറയപ്പെടുന്ന ഒരു സമയം. ആ സമയവും കഴിഞ്ഞ് നമ്മുടെ വിചാരണയാണ്. അപ്പൊ വിചാരണയ്ക്ക് ഒരുപാട് കാലം കാത്തിരിക്കേണ്ടതില്ല. തൊട്ടടുത്ത നിമിഷം നമ്മൾ മരിച്ചു വീണാൽ പിന്നെ വിചാരണയുടെ ലോകത്തേക്കാണ് നമ്മൾ എത്തിപ്പെടുന്നത് എന്ന് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ നല്ലവനാവുക, ഈമാൻ ഉൾക്കൊള്ളുന്നവനാകുക. മരണത്തെ മറക്കുന്ന ഒരു ജീവിതവും ഒരു മനുഷ്യനും ഉണ്ടാവരുത് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ അനവധി ആയത്തുകളിലൂടെ പറയുന്നു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് ثم إلينا ترجعون. ഏതൊരാളും മരണത്തെ ആസ്വദിക്കുന്നതാണ്, അനുഭവിക്കുന്നതാണ്. പിന്നീട് നമ്മുടെ അടുക്കലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുകയും. വിശുദ്ധ ഖുർആൻ ആവർത്തിക്കുകയാണ്, ഇന്നക മയ്യിത്തും വ ഇന്നഹും മയ്യിത്തൂൻ. തീർച്ചയായും നീ മരിക്കുന്നവനാകുന്നു, അവരും മരിക്കുന്നവനാകുന്നു, എല്ലാവരും മരിക്കുന്നവനാകുന്നു. ഖുർആൻ തുടരുകയാണ്, ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദാ. നിങ്ങൾ എവിടെയായിരുന്നാലും, നമ്മളേത് കോട്ടക്കുള്ളിൽ ഒളിച്ചിരുന്നാലും, നമ്മളെത്രയോ അനുയായികളുടെ ചുറ്റും ഒളിഞ്ഞ് പതിഞ്ഞ് ഇരുന്നാലും, നമ്മളെ സംരക്ഷിക്കാൻ ഒരുപാട് ഭടന്മാർ ഉണ്ടായിരുന്നാലും, ഒരുപാട് കാവൽക്കാരെ നമ്മൾ ഒരുക്കി വെച്ചാലും, അതിനുള്ളിൽ വെച്ച് നിന്നെ പിടികൂടുക തന്നെ ചെയ്യും, നിന്നെ മരിപ്പിക്കുക തന്നെ ചെയ്യും, നിന്റെ റൂഹിനെ വലിച്ചെടുക്കുക തന്നെ ചെയ്യുമെന്ന് ഖുർആൻ പറയുകയാണ്. എത്ര ഭദ്രമായി കെട്ടി ഉയർത്തപ്പെട്ട കോട്ടക്കുള്ളിൽ നീ ഒളിച്ചിരുന്നാലും നിന്നെ മരണം പിടികൂടുന്നതാണ്. മരണവെപ്രാളം യാഥാർത്ഥ്യവും കൊണ്ട് വരുന്നതാണ്. എന്തും നിന്ന് നീ ഒഴിഞ്ഞു മാറുന്നുവോ, മരിക്കണ്ട, എനിക്ക് മരിക്കണ്ട, ഞാൻ മരിക്കരുത്. നമ്മൾ ആയുസ് നീട്ടിക്കിട്ടാൻ ഒരുപാട് പ്രയത്നങ്ങൾ നടത്തുന്നുണ്ട്. വ്യായാമം അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ ചെയ്യണം, അതൊക്കെ ആവശ്യവുമാണ്. എന്നാൽ എത്ര വ്യായാമം ചെയ്ത ആളും എത്ര ആരോഗ്യവാനും വയസ്സനായി തീരും, ആരോഗ്യം ക്ഷയിക്കും. ഒരു ദിവസം മരണത്തിന് കീഴടങ്ങിയേ പറ്റൂ. മരണവെപ്രാളം യാഥാർത്ഥ്യവും കൊണ്ട് വരുന്നതാണ്. എന്തെന്നിൽ നിന്ന് നീ ഒഴിഞ്ഞു മാറുന്നുവോ അതത്രേ അതേ. വിശുദ്ധ ഖുർആൻ പിന്നെയും സൂറത്തുൽ ജുമയിൽ പറയുന്നു, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. തീർച്ചയായും പറയുക പ്രവാചകരെ, തീർച്ചയായും ഏതൊരു മരണത്തിൽ നിന്ന് നിങ്ങൾ ഓടി അകലുന്നുവോ അത് തീർച്ചയായും നിങ്ങളുമായി കണ്ടുമുട്ടുന്നതാണ്. ثم تردون إلى عالم الغيب والشهادة. പിന്നീട് അദൃശ്യവും ദൃശ്യവും അറിയുന്നവന്റെ അടുക്കലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും. മരിച്ചു കഴിഞ്ഞാൽ ദൃശ്യവും അദൃശ്യവും അറിയുന്നവനിലേക്ക് നമ്മൾ മടക്കപ്പെടും. മരണത്തോടുകൂടി ഒന്നും അവസാനിക്കുന്നില്ല. മരണത്തോടുകൂടി നമ്മൾ ശുദ്ധശൂന്യതയിൽ ലയിച്ചു പോകുകയല്ല. മരണത്തോടുകൂടി നമ്മൾ നുരുമ്പിച്ച് ലയിച്ച് ഇല്ലാതാവുകയല്ല. നമ്മൾ അദൃശ്യവും ദൃശ്യവും അറിയുന്ന ജഗന്നിയന്താവിന്റെ അടുക്കലേക്ക് എത്തിച്ചേരുകയാണ് എന്ന് ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. ഫൈനബിക്കും ബിമാ കുന്തും തഅമലൂൻ. അപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെ പറ്റി അവൻ നിങ്ങളെ വിവരം അറിയിക്കുന്നതാണ്. ഇവിടെ അഹങ്കരിച്ച് ആർമാദിച്ച് നടന്ന ആൾ അവിടെ ചേർന്ന് നിന്ന്
വ്യോചാനിച്ചു നിന്ന് ഭയപ്പെട്ട് അള്ളാഹുവിന്റെ വിധി കേട്ടുകിഴിക്കണം. നേരത്തെ സൂചിപ്പിച്ച വലിയ വലിയ കൊമ്പന്മാർ ജീവിച്ച ഈ ലോകത്ത് അവരൊക്കെ നഷ്ടപ്പെട്ടു പോയി, അവരൊക്കെ പിരിഞ്ഞുപോയി. അവരൊക്കെയും നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ കയ്യും കെട്ടി നോക്കി നിൽക്കേണ്ടുന്ന ദിവസം വരും എന്നത് ഉറപ്പാണെന്ന് ഖുർആൻ പറയുകയാണ്. വിശുദ്ധ ഖുർആൻ ആവർത്തിക്കുന്നു, ഇന്ന സാഅത ആതിയത അകാദു ഉഖ്ഫിഹാ ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്ആ. തീർച്ചയായും അന്ത്യസമയം വരിക തന്നെ ചെയ്യും. ഓരോ വ്യക്തിക്കും താൻ പ്രയത്നിക്കുന്നതിനനുസൃതമായി പ്രതിഫലം നൽകാൻ വേണ്ടി അത് അള്ളാഹു ഗോപ്യമാക്കി വെച്ചിരിക്കുകയാണ്. അത് സംഭവിക്കുക തന്നെ ചെയ്യും. എപ്പോഴാണ് അത് സംഭവിക്കുക എന്നുള്ളത് രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്. ഓരോരുത്തരുടെ പ്രവർത്തനത്തിനും തുല്യമായ പ്രതിഫലം ലഭിക്കുന്ന ഒരു ലോകം ഉറപ്പായും വരുമെന്ന് ഖുർആൻ പറയുകയാണ്. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്ന സൂറത്തുൽ അംബിയയിലെ ആദ്യമത്തെ ആയത്ത്, ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫലത്തിൻ മുഅ്രിദൂൻ. ജനങ്ങൾക്ക് അവരുടെ വിചാരണ ആസന്നമായിരിക്കുന്നു, അവരാകട്ടെ അശ്രദ്ധയിലായിക്കൊണ്ട് തിരിഞ്ഞു കളയുകയാണ്. മരണത്തെ ഓർമ്മയില്ല. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും അത് തന്റെ കുടുംബത്തിൽ വരില്ല എന്ന ഒരു കണക്ക് കൂട്ടലിലാണ്. എന്തും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ആളുകൾക്കിടയിലും നമ്മുടെ നാട്ടിലും നമ്മുടെ സമൂഹത്തിലും വന്നേക്കാം. പലതും അനുഭവിച്ചവരാണ് നമ്മൾ. കൊറോണ കാലത്തെ ഭയാനകമായ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇന്നത് അത്ര ആലോചിച്ചാൽ ഭയപ്പെടുത്തുന്ന കാര്യമല്ലെങ്കിലും അന്ന് വളരെ ഭയപ്പെട്ടു പോയിരുന്നു നമ്മൾ. അങ്ങനെ എന്തും സംഭവിക്കാം, ഏത് പ്രയാസവും സംഭവിക്കാം. അവിടങ്ങളിലൊക്കെ ആശ്വാസത്തിന്റെ വചനമായി വിശുദ്ധ ഖുർആനുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 6 മക്കളാണ് ഇന്നലെ മെനിയാന്ന് നടന്ന അപകടങ്ങളിൽ മക്കയിൽ, മദീനയിലും അബൂദാബിയിലുമായി നഷ്ടപ്പെട്ടു പോയത്. മക്കൾ നഷ്ടപ്പെടുമ്പോ പിതാവിനും സഹിക്കാൻ കഴിയില്ല. ഏറ്റവും അടുത്തവർക്ക് സഹിക്കാൻ കഴിയില്ല. ആ പിതാവിനെ, ആ മാതാവിനെ വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ സന്ദേശം ആശ്വസിപ്പിക്കുന്നത് എങ്ങനെയാണ് നാം അറിയണം. യഖൂലുല്ലാഹു തആല, അല്ലാഹു പറയുകയാണെന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. മാ ലിഅബ്ദിൽ മുഅ്മിനി ഇൻദി ജസാഉൻ. ഒരു വിശ്വാസിയായ ദാസനോട് അവന് ലോകത്ത് ഏറ്റവും പ്രിയപ്പെട്ടവരെ നാം പിടിച്ചെടുത്താൽ, എന്റെ വിശ്വാസിയായ ഒരു ദാസനോട് അള്ളാഹു പറയുകയാണ്, അവന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനെ ഞാൻ പിടിച്ചെടുക്കുമ്പോൾ ഇദാ ഖബൽതു സഫിയഹു മിൻ അഹ്ലി ദുനിയാ തുമ്മ ഇഹ്തസബഹു ഇല്ലൽ ജന്ന. അതിന്റെ പേരിൽ അവൻ ക്ഷമിക്കുകയും പ്രതിഫലം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്താൽ, നമുക്കൊരു ദുരന്തമുണ്ടായി, നമ്മുടെ പ്രിയപ്പെട്ട ആരോ മരിച്ചു, നമ്മുടെ പല സംഭവങ്ങളും നമ്മുടെ പല വിഭവങ്ങളും നഷ്ടപ്പെട്ടു, വല്ലാത്തൊരു പ്രയാസം, അതൊക്കെ അള്ളാഹുവിന്റെ വിധിയാണെന്ന് ആശ്വസിച്ച് സമാധാനിച്ചാൽ ഇല്ലൽ ജന്ന, അവന് നൽകാനുള്ള ഞാൻ അവന് നൽകുന്നത് സ്വർഗം മാത്രമായിരിക്കും. അള്ളാഹു പറഞ്ഞതായി ഖുദ്സിയ ഹദീസാണിത്. അള്ളാഹു പറഞ്ഞ കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയാണ്. അവന് നൽകുന്നത് സ്വർഗം മാത്രമായിരിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു സന്ദർഭം കൂടി, ഇദാ മാത വലദുൽ അബ്ദി, ഒരു ദാസന്റെ കുഞ്ഞു മരിച്ചാൽ ഖാലല്ലാഹു ലിൽ മലായികതി, മലക്കുകളോട് അള്ളാഹു പറയും, ഖബൽതും വലദ അബ്ദി, നിങ്ങൾ എന്റെ ദാസന്റെ കുഞ്ഞിനെ പിടിച്ചെടുത്തോ? അവർ പറയും, നാം ഞങ്ങൾ പിടിച്ചെടുത്തു. ഫയഖൂലു ഖബൽതും സമറത ഫുആദിഹി, അവന്റെ ഹൃദയത്തിന്റെ ആ ശോഭ നീ പിടിച്ചെടുത്തോ, നിങ്ങൾ പിടിച്ചെടുത്തോ? അവന്റെ ഹൃദയത്തെ നീ പിടിച്ചെടുത്തോ? അവന്റെ ചങ്കിനെ നീ പിടിച്ചെടുത്തോ? മലക്കുകൾ പറയും, അതെ. ഫയഖൂലു മാദാ ഖാല അബ്ദി, അപ്പോൾ ആ മനുഷ്യൻ അവന്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ പിടിച്ചെടുത്തപ്പോൾ ആ കുഞ്ഞിന്റെ പിതാവ് അല്ലെങ്കിൽ മാതാവ് എന്താണ് പ്രതികരിച്ചത് എന്ന് അള്ളാഹു മലക്കുകളോട് ചോദിക്കും. അവൻ നിന്നെ സ്തുതിക്കുകയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ
ഫയഖൂലൂന ഹമിദക വസ്തർജാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞ് നിന്നെ സ്തുതിക്കുകയായിരുന്നു ആ മനുഷ്യൻ. തന്റെ പ്രിയപ്പെട്ട കുഞ്ഞു മരിച്ചപ്പോൾ അലമുറയിട്ട് കരഞ്ഞില്ല, വേദനിച്ചു, ദുഃഖമുണ്ടായി, കരഞ്ഞു, സഹിക്കാൻ കഴിയാത്ത വേദന അനുഭവിച്ചു, പൊട്ടിക്കരഞ്ഞു പോയിട്ടുണ്ട്, ഒക്കെയുമുണ്ട്. പക്ഷേ അലമുറയിട്ട് ഒന്നും കരഞ്ഞില്ല, അലമുറയിട്ട് പാടില്ലാത്ത വാക്കുകളൊന്നും ഉച്ചരിച്ചില്ല. അവൻ നിന്നെ സ്തുതിച്ചു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. അപ്പോൾ അല്ലാഹു പറയുകയാണ്, ഇബ്നൂരി അബ്ദി ബൈതം ഫിൽ ജന്ന വസമ്മൂഹു ബൈതൽ ഹംദ്. അല്ലാഹു പറയുന്നു, എന്റെ ദാസന് വേണ്ടി സ്വർഗത്തിൽ ഒരു വീട് പണിയുക. മലക്കുകളോട് പറയാ, എന്റെ ദാസന് വേണ്ടി ഈ കുഞ്ഞു മരിച്ചതിന്റെ പേരിൽ ക്ഷമയവലംബിച്ച, സഹിച്ച, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞ ഈ അടിമക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു വീട് പണിയൂ. ആ വീടിന് ബൈത്തുൽ ഹംദ് എന്ന് പേര് നൽകുകയും ചെയ്യുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒന്നാണിത്. അപ്പൊ നമ്മളിൽ നിന്നും ഒരു കുഞ്ഞ്, നമ്മളിൽ നിന്നും പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു പോകുമ്പോ നമ്മുടെ വേദനക്ക് പോലും അവിടെ തുല്യതയില്ലാത്ത പ്രതിഫലം, അനുഗ്രഹം അള്ളാഹു ഒരുക്കി വെക്കുന്നുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു നീങ്ങുമ്പോ ഒരു സ്ത്രീ ഒരു ഖബറിനരികിൽ ഇരുന്ന് കരയുകയാണ്. പ്രവാചകൻ പറഞ്ഞു, ഇത്തഖില്ലാഹ വസ്ബിരീ, ക്ഷമിക്കൂ സഹോദരി, ക്ഷമിക്കൂ, അള്ളാഹുവിൽ ബരമേൽപ്പിക്കൂ. കരഞ്ഞ് പോയ ആ സ്ത്രീയോട്, ആ സ്ത്രീ ഉടനെ പ്രവാചകനോട് പറഞ്ഞു, നിങ്ങൾക്ക് പോകാം. പ്രവാചകനാണെന്ന് അറിഞ്ഞിരുന്നില്ല ആ സ്ത്രീ. ആ പറഞ്ഞത് പ്രവാചകനാണെന്ന് മനസ്സിലാകാതെ ആ സ്ത്രീ പറഞ്ഞു, നിങ്ങൾ പോയിക്കൊള്ളൂ, നിങ്ങൾക്കല്ലല്ലോ ഈ അനുഭവം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോ പ്രവാചകനാണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കിയപ്പോ പ്രവാചകൻ അടുക്കൽ സ്ത്രീ പോയി. അപ്പൊ പ്രവാചകൻ പറയുന്നൊരു വാക്കുണ്ട്, ഫഇന്നകലം തുസിബ് ബിമുസീബത്തി, എനിക്കുണ്ടായ വിപത്ത് താങ്കൾക്കുണ്ടായില്ലല്ലോ എന്ന് പറഞ്ഞ ആ സ്ത്രീയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നമസ്സബ്റു ഇൻദ സദ്മത്തിൽ ഊലാ, വിപത്തുണ്ടാകുന്ന ആദ്യ ഘട്ടത്തിലാണ് ക്ഷമ അവലംബിക്കേണ്ടത്. ഒരാപത്ത് വന്നാൽ അപ്പോഴാണ് ക്ഷമ അവലംബിക്കേണ്ടത്. അല്ലാതെ അപ്പൊ കരഞ്ഞു വിളിച്ച്, അപ്പൊ പലതും വിളിച്ചു പറഞ്ഞ് അട്ടഹസിച്ച് 2-3 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അള്ളാഹുവെ പുറത്തിരണമേ എന്ന് പറയുകയല്ല. ഒരു മനുഷ്യന് ആപത്തുണ്ടാകുമ്പോ, പ്രയാസമുണ്ടാകുമ്പോ അതിന്റെ തുടക്കത്തിൽ തന്നെയാണ് ക്ഷമ അവലംബിക്കേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു സന്ദർഭത്തിൽ ഒരു മനുഷ്യൻ നബിയുടെ അടുക്കൽ വന്നു. അവനോടൊപ്പം ഒരു മകനും ഉണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, അതുഹിബ്ബുഹു, ഈ മകനെ നീ എത്രമാത്രം സ്നേഹിക്കുന്നു, എങ്ങനെ സ്നേഹിക്കുന്നു എന്നൊക്കെ പ്രവാചകൻ അന്വേഷിച്ചു. അപ്പോ ആ മനുഷ്യൻ പറയുകയാണ്, ആ പിതാവ് പറയാണ്, അഹബ്ബകല്ലാഹു കമാ അഹബ്ബുഹു, ഞാൻ ഈ മോനെ, എന്റെ മോനെ സ്നേഹിക്കുന്നത് പോലെ അള്ളാഹു താങ്കളെയും സ്നേഹിക്കട്ടെ എന്ന്, അത്രമാത്രം എന്റെ മോനെ ഞാൻ സ്നേഹിക്കുന്നു എന്നാണ് ഈ പിതാവ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മറുപടി പറഞ്ഞത്. ആ ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കുട്ടി മരണപ്പെട്ടു പോയി. ഈ മനുഷ്യനെ കാണാനില്ല. പ്രവാചകൻ ഇദ്ദേഹത്തെ അന്വേഷിച്ചു. അപ്പോ സംഭവങ്ങൾ അറിഞ്ഞു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. എന്നിട്ട് ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന, ദുഃഖം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ മനുഷ്യനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാ യസ്റുക അല്ലാ തഹ്തിയ ബാബം മിൻ അബ്വാബിൽ ജന്നതി ഇല്ലാ വജതഹു ഇൻദഹു യസ്ആ യഫ്തഹു ലക, നിനക്ക് സന്തോഷമുള്ള ഒരു കാര്യം പറയട്ടെ, നീ സ്വർഗത്തിന്റെ ഏത് വാതിലിലൂടെ പ്രവേശിച്ചാലും, സ്വർഗത്തിന്റെ ഏത് വാതിലിലൂടെ നീ പ്രവേശിക്കുകയാണെങ്കിലും നിന്റെ മുന്നിൽ അവിടെയെല്ലാം ഓടിയെത്തി നിനക്കായി വാതിൽ തുറക്കുന്ന മകനായിരിക്കും അവൻ. കുഞ്ഞു മരിച്ചപ്പോ ആ വേദനയിൽ കഴിയുന്ന പിതാവിനോട് പ്രവാചകൻ പറയുകയാണ്. പ്രവാചകൻ ആരാണ്? ഒരു സന്ദർഭത്തിൽ പോലും പൊള്ളു പറയാത്ത മനുഷ്യൻ, ഒരു സന്ദർഭത്തിൽ പോലും കളവ് പറയാത്ത മനുഷ്യൻ, അൽ അമീൻ എന്ന പേര് നേരത്തെ തന്നെ ലഭിച്ച മനുഷ്യൻ. ആ പ്രവാചകൻ പറയാണ്, നാളെ സ്വർഗത്തിൽ ഏത് കവാടത്തിന്റെ മുന്നിലൂടെയാണോ നീ പ്രവേശിക്കുന്നത് അവിടെ നിന്നെ സ്വീകരിക്കാൻ
വാതിൽ തുറന്നു തരാൻ, വാതിലിനൊപ്പം ചേർത്ത് നിന്നെ പിടിച്ച് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ ആ കുഞ്ഞുണ്ടാകും. വിശ്വാസികളായി ജീവിക്കണം നമ്മൾ പ്രിയപ്പെട്ടവരെ. വിശ്വാസിയായാലും അവിശ്വാസിയായാലും ഇത്തരം വിപത്തുകൾ വരും. അവിശ്വാസിയായി ജീവിക്കുന്നവന്റെ ഈ വിപത്ത് കരഞ്ഞ് കരഞ്ഞ് തീർക്കാനല്ലാതെ അവന് മറ്റൊരു പരിഹാരവും ആശ്വാസവുമില്ല. നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ അവൻ കണക്കും ബോധിപ്പിക്കേണ്ടി വരും. എന്നാൽ വിശ്വാസിയായ മനുഷ്യൻ അവൻ വേദനിച്ചാലും ദുഃഖിച്ചാലും പ്രയാസപ്പെട്ടാലും പടച്ചവൻ നാളെ അവന് അനുഗ്രഹങ്ങൾ വാരിക്കോരി കൊടുക്കും. നഷ്ടപ്പെട്ട ഈ മക്കളെ അവന് നൽകും. അതുമാത്രമല്ല സ്വർഗവും നൽകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിരിക്കുകയാണ്. ഇത്തരത്തിൽ ഒരുപാട് ഹദീസുകൾ വേറെയുമുണ്ട്. അപ്പൊ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം, വിപത്തുണ്ടായാൽ ആപത്തുണ്ടായാൽ തുടക്കം മുതലേ ക്ഷമിക്കാനുള്ള കരുത്താണ് നമുക്കുണ്ടാവേണ്ടത്. ആ ചിന്തയാണ് ഉണ്ടാവേണ്ടത്. അവിടെ പതറിപ്പോകാതിരിക്കാൻ ഈമാനുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് ഈമാൻ, അതാണ് പരലോക രക്ഷക്ക് വേണ്ടത് എന്ന് നാം തിരിച്ചറിയണം. എന്നാൽ ഇത്തരത്തിൽ ക്ഷമിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലവൻ മക്കളെ കൊണ്ട് അല്ലെങ്കിൽ വിഭവങ്ങൾ കൊണ്ട് എന്തെന്ത് ഐശ്വര്യങ്ങൾ നേടിയുണ്ടാക്കിയാലും തന്റെ മക്കൾ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് വളർന്ന് വലിയ പേരും പ്രശസ്തിയും ഉണ്ടാക്കിയാലും അതിൽ അഭിമാനം കൈക്കൊള്ളുന്ന പിതാവായിരുന്നാലും അതിനേക്കാളും എത്രയോ മഹത്തരമാണ് പരലോക ജീവിതത്തിൽ, ശാശ്വതമായ ജീവിതത്തിൽ അള്ളാഹു ഒരുക്കി തരുന്ന വിഭവം സ്വർഗം എന്ന് നാം മനസ്സിലാക്കുക. ഇവിടെ ഒന്നും വേണ്ട എന്നല്ല, ഇവിടെ മക്കളെ നല്ല രീതിയിൽ വളർത്തട്ടെ, അവർ ഉന്നതങ്ങളിൽ എത്തിച്ചേരട്ടെ, നല്ല നിലയിൽ ജീവിക്കുന്നവരാവട്ടെ. ഏത് രംഗത്തും അള്ളാഹുവിനെ മറക്കുന്നവരാകരുതവർ. എങ്കിൽ അവരെയും ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് പ്രവാചകൻ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അത്തരത്തിൽ സ്വർഗപ്രവേശം സാധ്യമാകുന്ന മുത്തക്കികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാവട്ടെ.